അപ്പോൾ നമ്മുടെ വലിയ പെരുന്നാൾ വന്നെത്തിയിരിക്കുകയാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ രാവിലത്തെ നിസ്കാരവും കുറച്ച് കിച്ചണിത്തെ പണിയൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങി പാലെടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ. മോനെച്ചാൽ പള്ളിയിൽ വിടണം, പെരുന്നാൾ നിസ്കാരം 8 മണിക്കായ കാരണം വേഗം തന്നെ വിടണം. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഗാർഡനൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് പിന്നെ അവനെ വിളിച്ചെണീപ്പിച്ചിട്ട് നേരെ ഫ്രഷാക്കാൻ നിർത്തുകയാണ്. നല്ല ദേഷ്യം വരുന്നുണ്ട് വേഗം എണീപ്പിച്ച കാരണം. അപ്പോൾ വേഗം പോയി ഒരു കട്ടനൊക്കെ ഇട്ട് കുടിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നാസ്ത എന്ന് പറയുന്നത് ദോശയും ചട്നിയാണ് കേട്ടോ, നമ്മുടെ വീട്ടിലത്തെ ദേശീയ ഭക്ഷണം. അപ്പോൾ ചിക്കൻ കായം പറ്റി വെച്ചത് ഫ്രിഡ്ജിൽ നിന്ന് വേഗം എടുത്ത് പുറത്തേക്ക് വെച്ചു, പിന്നെ ചട്നി ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ മക്കൾക്കാന്ന് വെച്ചാൽ ഗീ പറ്റിയ ദോശയാണ് വേണ്ടത്. അപ്പോൾ ഇന്നലെ ഒന്ന് ചിക്കൻ കായം പറ്റി വെച്ചതാണ് കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പിട്ട് ജസ്റ്റ് ചിക്കനൊക്കെ ഒന്ന് നല്ലോണം കായം പറ്റി വെച്ച് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത ചിക്കനാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ചിക്കൻ എടുത്ത് പുറത്ത് വയ്ക്കുന്നത്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല, ഒരു ഹാഫ് വേവിലാണ് എടുക്കാറ്. അപ്പോൾ അതിൻ്റെ പരിപാടി ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിക്കായിട്ട് ഇക്കാടെ കോളുള്ള കാരണം തീരെ ബോറടിച്ചില്ല കേട്ടോ. അവർക്ക് തലേന്നായിരുന്നു, നമ്മുടെ പെരുന്നാളിൻ്റെ തലേന്നായിരുന്നു അവർക്ക് അവിടെ പെരുന്നാൾ ഉണ്ടായിരുന്നത്. അപ്പോൾ മോനിക്കുള്ള ദോശയൊക്കെ വേഗം റെഡിയാക്കി ചിക്കനിലോട്ടുള്ള അരപ്പൊക്കെ ഞാൻ സെറ്റാക്കണ തിരക്കിലാണ്. പിന്നെ ഓരോ പെരുന്നാൾ നമുക്ക് ഓരോ ഓർമ്മപ്പെടുത്തലും കൂടെയാണ് കേട്ടോ. ഞങ്ങളാദ്യം തറവാട്ടിലായിരുന്ന സമയത്ത് എല്ലാവരും വരുമ്പോൾ ഒരുമിച്ചാണ് എല്ലാവരും കുക്ക് ചെയ്യണതും കാര്യങ്ങളൊക്കെ. പിന്നെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സവാളൊക്കെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സവാള ഫ്രൈ ആക്കുന്നത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയതിന് ശേഷം കുറച്ച് ഫ്രൈ ആക്കിയ സവാളയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ വേറൊരു ലെവലായിരിക്കും കേട്ടോ. ഇന്നത്തെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം ഷെയർ ആക്കാം. ഞാനെപ്പോഴും പെരുന്നാൾക്ക് തലശ്ശേരി ബിരിയാണിയിൽ തുടങ്ങി സാദാ ബിരിയാണിയിൽ എത്താറാണ് പതിവ്. ഈ ഫ്രൈ ചെയ്ത് വെച്ചുള്ള സവാള ഇങ്ങനെ ഇടുമ്പോൾ നെയ്യിലാണല്ലോ ഫ്രൈ ആക്കി എടുക്കുന്നത്. ആ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ഇറങ്ങിയിട്ട് ചിക്കൻ കറിയുടെ മണം തന്നെ ഒരു അസല് മണമാണ് കേട്ടോ. പിന്നെ നെയ്ച്ചോറിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി സ്പൈസസ് എടുത്ത് വെച്ചു. നെയ്യിലൊന്നും അത് വറുത്ത് കൊടുക്കണം, പിന്നെ അരി ഇടണം, ഒന്ന് മിക്സ് ചെയ്യണം. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ റൈസ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയിലും നമ്മുടെ കച്ചമ്പറും കൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൽ തന്നെയാണ് കേട്ടോ എസൻസ് ആയാലും ചെറുനാരങ്ങ നീരൊക്കെ ആയാലും ഒഴിച്ചു കൊടുക്കുന്നത്. ദമ്മിടുമ്പോഴും ഈ ലെയർ സെറ്റാക്കുമ്പോൾ ഒന്നും ഞാൻ എസൻസ് ഒഴിക്കലില്ല, അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല എന്തായാലും. അതിന് പകരം വേണമെങ്കിൽ ചിലർ കൈതച്ചക്കൊക്കെ ഒന്ന് മുറിച്ചിടുന്നത് കണ്ടിട്ടുണ്ട്, അതായാലും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ലെയറൊക്കെ ആയിട്ട് ദമ്മിടുന്ന സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിലൊക്കെ ഒന്ന് ഇട്ട് സെറ്റായതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലത്തെ മല്ലിയിലാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ പിറ്റേ ദിവസം വീട്ടിലോട്ട് പോണ ഒരു വ്യൂവും കൂടെ കാണുന്നത്. വീട്ടിലെത്തിയ ശേഷം വെച്ചിട്ട് പരിപ്പ് കറി, മീൻ വറുത്തത്, മസാല, അച്ചാറൊക്കെ കൂട്ടി ഫുഡ് കഴിക്കുകയും ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഹനക്കുട്ടി എത്തി. എനിക്ക് മെഹന്തി ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് ഇവൾക്കാണ് ഞാൻ മെഹന്തി ഇട്ട് കൊടുക്കാറ്. ഇന്ന് നമ്മളോളം വലുതായി ആ മക്കളൊക്കെ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് സൂപ്പറായിട്ട് ഇടുകയും ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത്, ഒരു ഫോണും ഒരു 4 കുട്ടികളും. അവർക്ക് ഓടിക്കളിക്കലും ചാടി കളിക്കലും ഒന്നുമില്ല, ഈ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം അതിൽ തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മെഹന്തിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മോനിക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു. എന്ത് പറയണ്ടെങ്കിലും പണ്ടെന്ന് യൂസ് ചെയ്യുന്ന കാരണം ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. പണ്ട് വലിയപ്പ ഉമ്മിക്ക് ബാലരമ മേടിച്ചു തന്നപ്പോൾ ഉള്ള സ്റ്റിക്കറാണ് ഇതൊക്കെയെന്ന്. അപ്പോൾ ഈ പണ്ട് യൂസ് ചെയ്ത കാരണം എന്ത് കിട്ടിയാലും ഇപ്പോൾ ഉമ്മിയുടെ പണ്ടത്തെ ഇവിടെ നിൽക്കുമ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ രാവിലെയൊക്കെ വീട് ചുറ്റും നടന്ന് നോക്കലാണ് എൻ്റെ പതിവ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട്